40 ലക്ഷം രൂപ മുടക്കി 9 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ ടേക്ക് എ ബ്രേക്ക് ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തി താഴിട്ട് പൂട്ടിവെക്കും. കണ്ണഞ്ചിപ്പിക്കുന്ന സ്ഥലമായിട്ട് പോലും DTPCക്ക് ടേക്ക് എ ബ്രേക്കിന് ആക്സിലറേറ്റർ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ടേക്ക് എ ബ്രേക്ക് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തുള്ള ഈ ടേക്ക് എ ബ്രേക്കും അല്പം ബ്രേക്ക് എടുത്തിട്ടാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യം. 2016 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ടേക്ക് എ ബ്രേക്ക്. പക്ഷേ 2016 ശേഷം ഇതുവരെയും ഇതിൻ്റെ പരിപൂർണമായ രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇത് DTPC തന്നെയാണ് ഓൺ ചെയ്യുന്നത്. DTPCയുടെ കീഴിലാണ് ഇതിപ്പോഴും ഉള്ളത്. ഇടക്കാലത്ത് ഇത് നടത്തിപ്പിന് വേണ്ടി മുനിസിപ്പാലിറ്റി കൈമാറിയിരുന്നു. പക്ഷേ അത് വിജയകരമല്ലാത്തത് കൊണ്ട് തന്നെ നേരെ തിരിച്ച് അത് DTPCക്ക് തന്നെ കൈമാറുകയും ചെയ്തു. പക്ഷേ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ശ്രീകണ്ഠാപുരത്തെ പുഴയോരം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ടേക്ക് എ ബ്രേക്ക്. സംസ്ഥാന പാതയാണ് ഇതിന് തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്നത്. സ്വാഭാവികമായും അതിലൂടെ പോകുന്ന യാത്രക്കാർക്കുൾപ്പെടെ വന്ന് അല്ലെങ്കിൽ അല്പം ഒന്ന് ഇറങ്ങി റെസ്റ്റ് ചെയ്ത് കടന്നു പോകാൻ വേണ്ടി കഴിയുന്നൊരു സംവിധാനമാണ്. പുഴയോരം ചേർന്നുള്ള സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ആസ്വദിക്കാനുമൊക്കെ പറ്റിയ പാകത്തിലുള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴും ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇത് 2016 ശേഷം ഓരോ വർഷവും അല്ലെങ്കിൽ ഒന്നര വർഷം കൂടുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ വർക്ക് നടക്കും. ആ ഘട്ടത്തിൽ 1-2 ലക്ഷം രൂപ ചിലവഴിച്ച് വീണ്ടും ഇതൊക്കെ ഒന്ന് പുതുക്കി പണിതൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കും. പക്ഷേ പിന്നീട് അതാരും ഉപയോഗിക്കില്ല. പിന്നീട് വീണ്ടും ഒരു 1.5 വർഷത്തിന് ശേഷം ഇതുപോലെ തന്നെ വീണ്ടും മെയിൻ്റനൻസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കും. അതും ഇങ്ങനെ തകർന്നു പോകും. അങ്ങനെ ലക്ഷങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ വീണ്ടും പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും പ്രവർത്തിക്കുന്നില്ല. താഴിട്ട് പൂട്ടിയ സ്ഥിതിയിലാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. DTPC ആണ് ഇതിന് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നശിച്ച് അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ വിജയകരമാക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ കിടക്കുന്നത് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് DTPC ആണ്. എന്തായാലും ശ്രീകണ്ഠാപുരത്തുള്ള ഈ ടേക്ക് എ ബ്രേക്കും ഇത്തരത്തിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടാണുള്ളത് എന്നുള്ളതാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.